ഹലോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടിലാണ്. ലണ്ടനിൽ എല്ലാവരും ഉണ്ടല്ലോ, വാൻ ലൈഫ് ഭയങ്കര ഫേമസ് ആണല്ലോ, എല്ലാവരും വാൻ ലൈഫ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള സ്പോട്ടിലാണ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒരു കാടോ അങ്ങനെയുള്ള സ്ഥലമൊന്നുമല്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ട് ലൈഫാണ്. ബോട്ടിനകത്ത് എങ്ങനെ ജീവിക്കാം, ബോട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഇന്ന് സൈക്കിളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി കണ്ടേക്കാം. നമുക്ക് ഈ കനാൽ സൈഡിലുള്ള ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് പയ്യെ പോകാം, കാരണം ഇതിലെ ആൾക്കാർ നടപ്പുണ്ട്. നമുക്ക് സൈക്കിളും കൊണ്ടുപോകണം, അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വേണം പോകാൻ. അപ്പോൾ ഗൈസ്, ഇത് കണ്ടു, ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു കനാലിൻ്റെ ഒരു വ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പല സൈഡിലും നമുക്ക് കാണാം ബോട്ടുകൾ നിർത്തി ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ അവർ ബോട്ട് ലൈഫ് ചെയ്യുന്നതാണ്. ബോട്ട് ലൈഫ് ചെയ്യുന്നത് മാത്രമല്ല, അവിടെ പലതരം കഫേസ് ഉണ്ട്, ഇങ്ങനെ ബാറുകളുണ്ട്, അതെന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഓരോന്നോരോ നോക്കി പോവാം. ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഈ ബോട്ടിനകത്ത് ഒരാൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഗാർഡനാണ് ഗൈസ് അതിൻ്റെ മേളിൽ കാണുന്നത്. അവർ നട്ട് വളർത്തിയേക്കുന്ന ചെടികളും പൂക്കളും, പിന്നെ അവർ വൈകുന്നേരം കണ്ട് അവർക്ക് ഇരിക്കാനും ഒക്കെയുള്ള കസേരയൊക്കെ കാണാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുന്നതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ സൂക്ഷിക്കണം. പക്ഷെ ഇതിലൊക്കെ നമുക്ക് സൈക്കിൾ പോകാൻ വേണം, സൈക്കിളൊക്കെ പതിയെ പോകാനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ നിവർന്ന് അങ്ങ് കിടക്കുവാണ് ഗൈസ്. നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് കാണാം വേറെ താണ്ട 2 ബോട്ട് പോകുന്നുണ്ട്. അവർ കണ്ടോ മദ്യപിച്ച് നല്ല ചില്ല് ചെയ്താണ് പോകുന്നത്. ഇത് കണ്ടോ, നല്ല പുറകിൽ വേണ്ട, അതിൻ്റെ പുറകെ ഒരെണ്ണം കൂടെ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ലൈഫ്. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നല്ല ഫുഡും നല്ല ഡ്രിങ്ക്സൊക്കെ അടിച്ച് നല്ല ബോട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവുക, വേറെ ഒന്നും ആലോചിക്കുകയും വേണ്ട. ഇതിൻ്റെ അകം ജസ്റ്റ് നമുക്ക് ഇതിൽ കൂടെ കാണാം കേട്ടോ. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇതവർ പണിതുകൊണ്ടിരിക്കുക, കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ അതിനകത്തിരുന്നൊരു പുള്ളിക്കാരത്തി എന്തോ ചെയ്യുന്നുണ്ട്, നമ്മൾ ലാപ്ടോപ്പിൽ എന്തോ പണിതുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് ചാടണമെങ്കിൽ കണ്ടോ ഒരു അടിപൊളി ഒരു ബ്രിഡ്ജ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ സൈക്കിൾ ചവിട്ടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സൈക്കിളായിട്ട് കയറുന്നത്. കണ്ടോ, നല്ല ഇതിൻ്റെ നമുക്ക് താഴെക്കട ഇപ്പോൾ നോക്കുവാണെങ്കിൽ താണ്ടെ പല ബോട്ടുകൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഈ ബ്രിഡ്ജ് ഇതിലേ കയറി നമ്മൾ അതിലേ പോയിട്ട് അപ്പുറത്ത് ചാടുമ്പോഴാണ് ആ സൈഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ഇത് താഴെക്കട താണ്ടൊരു ബോട്ട് വരുന്നുണ്ട്. ഇത് അതിനകത്ത് കണ്ടോ ഒരു ഫാമിലിയാണ്. അവരാണ്ടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കുന്നു, കൊച്ചുങ്ങൾ വരെയുണ്ട് അതിനകത്ത്. എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫുള്ള് ചില്ല് ചെയ്യുവാണ്. ഇത് അടുത്തൊരു ബോട്ടാട്ടോ. ഇതിൻ്റെ പുറത്ത് കണ്ടോ ആൾക്കാർ 2 പേരിരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട്. ഗൈസ്, ഈ ഇടുക്കുകൂട്ടിലൂടെയാണ് ഞാനിപ്പോൾ കയറി പോകുന്നത്. പാലം തെറ്റിയ ഞാൻ വെള്ളത്തിൽ കിടക്കും ഗൈസ്. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ സൈക്കിളും. പക്ഷേ ഇവിടുത്തെ പണിയായതുകൊണ്ട് നല്ല ഉറപ്പുള്ള പണിയാണെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് പാലത്തിൻ്റെ പൊക്കത്തേക്കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ആക്ച്വലി വെള്ളം കുറച്ച് പേടിയാണ്. ഇതിൻ്റെ പൊക്കത്തേക്കൂടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഇവിടത്തെക്കാർ ഒന്നാമത്തെ കാര്യം എനിക്ക് നീന്തൽ അറിയത്തില്ല, അതുകൊണ്ട് ഇവിടുത്തെ വേഗം രക്ഷപ്പെടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തൽക്കാലം പാലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇതുപോലെ സെയിം ആണ്. ആ സൈഡിലും ഫുള്ള് ബോട്ടാണ്. ഇത് അങ്ങ് പോകുന്തോറും ബോട്ടുകൾ മാത്രമേ കാണാനുള്ളൂ. ഗൈസ്, ഭയങ്കര വൈബാണ്. നല്ല കാറ്റുള്ളതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, മിക്കവാറും അടിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളത് ക്ഷമിക്കണം. പക്ഷെ ഗൈസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, ഈ കനാലിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു തണുത്ത കാറ്റും പിന്നെ നമുക്ക് ജാക്കറ്റ് ഒന്നും ഇടണ്ടാന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്നിരിക്കാം. ഇത് കേട്ടോ, നല്ലൊരു വൈബാണ്. ഇതിന് ഭയങ്കര ചെറിയൊരു റൂട്ടാട്ടോ ഈ പോകുന്നത്. അത് ഞാൻ നോക്കട്ടെ, വേറെ ആരും എതിർവശത്തേക്കടെ വരുന്നുണ്ടോ എന്ന് നോക്കണം. ആരും വരുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കിടന്നേനെ ഗൈസ്, കാരണം ഇതൊരു ഇടുങ്ങിയ വഴിയാണ്. ഗൈസ്, ഞാൻ പതിയെ അതിൽ നിന്ന് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഭാഗ്യമുള്ള സമയങ്ങളാണ്, അതുകൊണ്ട് ഞാൻ വെറുതെ വെള്ളത്തിൽ കിടക്കണ്ടല്ലോ എന്നോർത്ത്
ഞാൻ പയ്യെ അങ്ങോട്ട് ഇറങ്ങി നടക്കുകയാണ്. ബോട്ട് അരങ്ങുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. അതിൻ്റെ അകത്ത് അവരുടെ കണ്ട കുപ്പിയും പാത്രങ്ങളും, അതായത് അവരുടെ ഡൈനിങ് ടേബിൾ ആണെന്നാണ് ഞാനത് ഗസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഫർണിഷ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് ആട്ടോ. ഹീറ്ററൊക്കെ കാണാം അകത്തേക്കടെ. ക്യാമറക്കടെ എന്തോരം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റേതാണ്ട് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതാണ്ട് അടുത്ത ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നു ഗൈസ്. എന്തായാലേ ലൈഫ്. ഗെയിമും എന്തോ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടൊക്കെയാണ് ഒത്തിരി പേര് അതിനകത്ത് പോകുന്നത്. ഈ ബോട്ടിൻ്റെ മുതലാളിയാണ് ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്നത്. പുള്ളിയുടെയൊക്കെ ഒരു ഭാഗ്യം. അപ്പോൾ ഗൈസ് ഞാൻ ഈ പാർക്കിനകത്ത് കയറി കുറച്ച് നേരം ഇരിക്കാമെന്ന് ഓർത്തു. കാരണം നല്ല വെയിലാണ്. അപ്പോൾ വെയിലായതുകൊണ്ട് ഞാൻ ഓർത്ത് 2 മിനിറ്റ് ഇരുന്നിട്ട് ഇനി അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോകാമെന്ന്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ പാർക്കിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇത് വേണോ, ഇതാണ് എൻ്റെ സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ എല്ലാം ചുമ്മാ എക്സ്പ്ലോർ ചെയ്യുക. കൂടുതലും പിള്ളേരായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നല്ലൊരു വെതറായതുകൊണ്ട് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഇവിടെ 2 പ്രതിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട്. ഈ പുള്ളി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണ്ട ഇവിടെ ഇയാൾ നിൽക്കുന്നു. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് വേണ്ട അടുത്ത ആൾ. നമുക്ക് ആ പുള്ളി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അയാളെന്തോ ഓടി വന്ന് ഇയാളെ പിടിക്കാനോ കണ്ട കറക്റ്റ് എന്ത് ഫിനിഷിംഗ് ആണെന്ന് നോക്ക് ഗൈസ്. ഒറിജിനൽ ഒരാൾ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട്. എൻ്റെ ഇത് കണ്ടോ. ഞാൻ പുള്ളിയോടൊരു ഹലോ. ഇതാണ്ട ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ നല്ല വിശന്നിരിക്കുമായിരുന്നു. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്ന ഗൈസ്. അവിടെ നല്ല സ്ക്രീനൊക്കെ ഉണ്ട്. ഒരു എയർപോർട്ടിൻ്റെ ഒക്കെ അകത്ത് കയറിയൊരു വൈബുണ്ട് ഗൈസ്. ഫുള്ള് ഗ്ലാസ് ബിൽഡിങ്ങുകളുടെ നടുക്ക് കണ്ട ആൾക്കാരൊക്കെ നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല ചില്ല് ചെയ്യുവാണ് ഗൈസ്. ഞാനിവിടെ ഒന്ന് ഇരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചേക്കാന്ന് ഓർത്തതാണ്. ഞാൻ ചെറിയൊരു പിസയും ഒരു കോഫിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വേണ്ടേ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതെന്ത് ബോട്ടാ ഇതാ ഗൈസ്. നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം ഒരു ഷെഫ് അകത്ത് കണ്ട പാത്രങ്ങളൊക്കെ കഴുകുന്നു ഗൈസ്. അയ്യോ ഇത് കിച്ചണാണ് കേട്ടോ. സൂപ്പർ. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊരു കഫേ ആട്ടോ. ബ്രിട്ടീഷ് ചീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇത് ഫുള്ള് പബ്ബാണ്. പബ്ബ് കൊണ്ട് ഫുഡുണ്ട്, ഇങ്ങുണ്ട് ലഞ്ചൊക്കെ കിട്ടുന്ന അടിപൊളിയാണ്. ബോട്ടിനകത്താണ് ഗൈസ് ഈ സെറ്റപ്പ് നമുക്ക് കാണാവുന്നത്. ഞാൻ ഇവിടെ ഒരാളെ കാണിച്ചു തരാം. ഗൈസ് പാഡിങ്ടൺ ബെയർ ഇരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ, നല്ല തൊപ്പിയൊക്കെ വെച്ച്. ഇത് നിങ്ങൾ ഇച്ചിരൂടെ കാണിച്ചു തരാം. യെസ് സൂട്ട് കേസൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുള്ളി. ഇതൊരു കഫേയാണ്. അതായത് ഈ ബോട്ടിനകത്താണ് ഈ ഒരു കഫേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, നമുക്കിരുന്ന് കാണാം. എല്ലാ കോഫീസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ കണ്ടോ മുകളിലിരുന്ന്. നമ്മൾ നേരിട്ടിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേനുണ്ടല്ലോ ഒറിജിനൽ നമ്മളൊരു ഷോപ്പിനകത്തിരുന്ന് കാണുന്ന ഒരു വൈബാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് എത്തുമ്പോഴാണ് ഇത് കറക്റ്റ് കാണേ ഒരു കനാലിൻ്റെ അകത്തുള്ളൊരു സെറ്റപ്പാന്നൊക്കെ കാണുന്നത്. നല്ല ഇത് കണ്ടോ, നല്ല അന്യായ വൈബായിരിക്കും അതിൻ്റെ അകത്തിരുന്ന്. അപ്പോൾ ഈ കനാലിങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുകയാണ് ഗൈസ്.
നോക്കൂ ഗൈസ്, ഒരു ബോട്ട് ഇതാണ്ട് വരുന്നുണ്ട്. നല്ല എൻജോയ് ചെയ്യുവാണ് ഗൈസ്. അതിൻ്റെ പേര് തന്നെ കണ്ടോ, ദ ലണ്ടൻ കനാൽ കമ്പനി എന്നാട്ടോ. അത് മെയിനായിട്ട് കണ്ടു. ഇതുപോലെ പാർട്ടി നടത്താനും ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ബോട്ടാണ്. ഇവിടെ താമസിക്കാനുള്ള ബോട്ട് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ മറ്റേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പും കൂടെ അതിനകത്ത് കിട്ടും. ഇപ്പോൾ ഈ ഓഫീസ് വിട്ടൊരു സമയമായതുകൊണ്ടാണ് ഗൈസ് നല്ല ഒരു തിരക്കും ഇതൊക്കെ കാണുന്നുണ്ട്. വീണ്ടും ഞാൻ കട്ടയുടെ പൊക്കത്തായി ഗൈസ്. കണ്ട, ഞാൻ മുമ്പേ കണ്ട ആ ബോട്ടാണ് എൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. കണ്ടോ, ഗൈസ് ഇതിൽ ഇങ്ങനെ തന്നെ പോവാന്ന് പറഞ്ഞ ഗൈസ് ഭയങ്കര ഒരു എന്താ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു ഫീലിംഗ്. അത്രയും സൂപ്പറാണ്. നല്ല കാം ഏരിയ. മാത്രമല്ല ഇവിടെ കുറച്ച് നല്ല സേഫാണ്. അങ്ങനെ അത്ര ഇതൊന്നുമില്ല, വലിയ റിസ്കി ഏരിയ ഒന്നുമല്ല. ഈ ബോട്ടിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾ നോക്കുക കണ്ടോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കണ്ടോ, അവർ നല്ല വിറ്റാമിൻ ഡി ഒക്കെ കിട്ടിയിരുന്ന് എങ്ങനെ എൻജോയ് ചെയ്യുകയാണ് ഗൈസ്. നല്ല അടിപൊളി വ്യൂ ആണിത്. കണ്ടോ, എൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ 3 ബോട്ട് ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. എനിക്കാണ്ട് ഇവിടെ നിന്ന് ആൾക്കാർ പോകുന്ന കാണാം. ഈ സൈക്കിളുകളൊക്കെ ചീറി പാഞ്ഞ് പോകുന്നുണ്ട് ഗൈസ്. ഈ ഒരു ബോട്ട് കണ്ടോ, ജാസൺ സ്ട്രിപ്പ് എന്ന് എഴുതിയേക്കുന്നത്, പുള്ളിയുടെ വെബ്സൈറ്റും കാര്യങ്ങളും കണ്ടോ. ലിറ്റിൽ വെനീസ് കണ്ടോ, കറക്റ്റ് ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ലണ്ടൻ W9. പക്ഷേ ഗൈസ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റാണ് ഗൈസ്. അതായത് ഒരാൾക്ക്, ഒരഡൾട്ടിന് 18 പൗണ്ടാണ് ഗൈസ്. 1800 രൂപ കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കയറാൻ ഗൈസ്. സൈക്ലിംഗ് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ സൈക്ലിംഗ് ചെയ്യുന്നില്ല. കണ്ടോ, ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. കണ്ടോ, സൈക്കിളായിട്ട് നടന്നു പോകാനാണ് ഇതിൽ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് നമുക്കങ്ങ് നടന്നു പോകാം ഗൈസ്. കണ്ടോ, നല്ല അടിപൊളി. നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയ പോലെയല്ല, ഈ സൈഡിൽ കുറച്ചുകൂടെ കാമാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു റൂട്ടാട്ടോ ഇത്. കേട്ടോ, നമ്മുടെ ഒരു നാട്ടിലെ വീടിൻ്റെയൊക്കെ ഒരു ഭിത്തിയും ഇതുണ്ട്, ചെടിയും മരമൊക്കെ പോലെയുണ്ട്. കണ്ടോ, അടിപൊളി. അയ്യോ സൂപ്പർ. അതുകൊണ്ട് ആ സൈഡിലുള്ള ബോട്ടൊക്കെ കണ്ടാൽ നമ്മൾ കറക്റ്റ് നമ്മുടെ ഒരു വീടിരിക്കുന്ന പോലെയുണ്ട്. നല്ല വിൻഡോയും ആ വെള്ളത്തിലാണ് കിടക്കുന്നത് പോലും തോന്നത്തില്ല നമ്മൾ കറക്റ്റ് നോക്കുമ്പോഴത്തേനും. കേട്ടോ, അതിൻ്റെ പൊക്കത്ത് ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് വൈകുന്നേരം അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഗൈസ് ഞാൻ നല്ല കണ്ടോ, നല്ല സീനറിയാണ്. എൻ്റെ 2 സൈഡിൽ നല്ല മരങ്ങളുടെ ഒക്കെ ഇടയ്ക്കേക്കടെ തൊട്ട് സൈഡിൽ കനാലും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈബാണ്. ഒറ്റയ്ക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഗ്രൂപ്പായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. ആൾക്കാർ കണ്ട ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് തൻ്റെ ബോട്ടെ വീണ്ടും പോകുന്നു. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു എൻട്രൻസ്. ഇവിടെയാണ് വരുന്നത്. ഇത് കണ്ടോ, ലിറ്റിൽ വെനീസ് എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. എനിക്കാകെ കേട്ടിട്ടുള്ള പരിചയം നമ്മുടെ മമ്മൂട്ടിയുടെ വെനീസിലെ വ്യാപാരിയൊക്കെ കേട്ടേ ഞാൻ വെനീസ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ഇത് കാണുന്നത്. കണ്ടോ, ഇതിലെ സൈക്കിൾ ഓടിക്കരുത് എഴുതി വെച്ചിട്ടും ഓടിച്ചുകൊണ്ട് പോകുന്ന മഹദീനെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണാം. ഒരു വലിയ പട്ടി എൻ്റെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അയ്യോ, അമ്മച്ചി പട്ടിയോട് പറയുക ബിഹേവ് എന്നൊക്കെ, അനുസരണയില്ലാത്തതാന്ന് തോന്നുന്നു. കേസ് കണ്ട് ഈ പുള്ളിയുണ്ട്, പുള്ളി അതൊക്കെ കെട്ടി എല്ലാം സെറ്റപ്പ് ചെയ്യുക കേട്ടോ. ഈ ബോട്ട് വിൽക്കാനുള്ളതാണ് ഗൈസ്, സെയിലിന് എഴുതിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, എല്ലാവരും കണ്ടോ, ഇവരുടെ വൈകുന്നേരത്തെ പരിപാടി. നമ്മൾ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുന്ന പോലെ തന്നെ
അവരും അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. ഈ വൈറ്റ് നല്ല രസമുണ്ടല്ലേ, നല്ല പ്രോപ്പർ. ഇത് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ലിറ്റിൽ വെനീസ്, അതായത് പാഡിങ്ടണിൻ്റെ അടുത്തുള്ള ഈ ഒരു സ്പോട്ട് ഭയങ്കര സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല, അതായത് നമ്മൾ ഇത്രയും നാളും കാണാത്ത ഒരു സ്പെഷ്യലായിട്ടുള്ള ഇതായിരുന്നു. കാരണം തന്നെ നമ്മൾ ഇത്ര നാൾ വണ്ടിയും ബസ്സും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ബോട്ടിൻ്റെ ലൈഫും ഇത്രയും ബോട്ടുകൾ അടുത്ത് ഇരുന്നിട്ടുള്ള ഈ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ലിറ്റിൽ വെനീസിലോട്ടുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ സ്പോട്ടുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയായിരിക്കും ലിറ്റിൽ വെനീസിൽ നിന്ന് ബൈ ബൈ.